ഹലോ, ഞാൻ ഇന്ന് വരുന്നത് നമ്മളുടെ ചവനപ്രാശായിട്ടാണ്. ചവനപ്രാശം ഒന്ന് പരിചയപ്പെടുത്താനാണ്. അപ്പോൾ നമ്മളുടെ ചവനപ്രാശാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ആയുർവേദിക് ഉൽപ്പന്നമാണ്. സയൻസും ആയുർവേദവും കമ്പൈൻ ചെയ്ത് മാക്സിമം ബെനിഫിറ്റ് നമുക്ക് കിട്ടത്തക്ക രീതിയിലാണ് ഇതിൻ്റെ ഒരു ഉൽപ്പാദനം. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 100% മണി ബാക്ക് ഗ്യാരണ്ടിയാണ്. നമ്മളുടെ ഓരോ ഉൽപ്പന്നത്തിനും 100% മണി ബാക്ക് ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് കമ്പനി ഇത് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളിലേക്ക് ഞാനൊന്ന് കടക്കാം. ഇത് ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. നമുക്ക് സ്ട്രെസ്സ്, നമ്മളുടെ ലിവറിനെ ബാധിക്കുന്ന എല്ലാത്തരം അസുഖങ്ങൾക്ക്, ചുമ, പനി, ജലദോഷം, കഫക്കെട്ട്, അലർജി പ്രശ്നങ്ങൾ, അതിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. നമ്മളുടെ ജീവിത രീതി, ഇന്നത്തെ ഒരു ജീവിത രീതി എന്ന് വെച്ചാൽ നമ്മളെ ശ്രദ്ധിക്കാത്തൊരു രീതിയിലാണ് പോക്ക് അല്ലേ. നമ്മളുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കണില്ല. അസുഖം വന്നതിന് ശേഷമാണ് നമ്മൾ ഡോക്ടറെ പോയി കാണുന്നത്. അപ്പോൾ അസുഖം വരാതിരിക്കാനായിട്ട് നമുക്കൊന്ന് ശ്രമിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം നമ്മളിത് പരിചയപ്പെടുത്തുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഇമ്മ്യൂണിറ്റി പവർ നമുക്ക് ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. ഇതിലൊരു 10-13 തരം ഉൽപ്പന്നങ്ങൾ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ നെല്ലിക്കയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെല്ലിക്കേൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ ഉള്ളത് കൂവളമാണ്. കൂവളം നമുക്ക് ദഹന പ്രക്രിയയ്ക്കും അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിന്, ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റാണ്. ഇത് വൈറസിന്, ഫംഗസിന്, പിന്നെ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീരുണ്ടല്ലോ, നീരിനെയൊക്കെ കുറയ്ക്കാനൊക്കെ ആയിട്ട് ബെസ്റ്റാണ് കേട്ടോ കൂവളം. അപ്പോൾ അത് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്നത് ഗിലോയാണ്. ഗിലോയ് എന്ന് വെച്ചാൽ ചിറ്റാമൃത്. ചിറ്റാമൃതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ രക്തം പ്യൂരിഫൈ ചെയ്യാനായിട്ട്, ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനായിട്ട് ചിറ്റാമൃത് ഏറ്റവും ബെസ്റ്റാണ്. അതേപോലെ വിഷാംശങ്ങളെ നീക്കാനായിട്ട് ചിറ്റാമൃത് സഹായിക്കുന്നു. പിന്നെയുള്ളത് കീടാർനെല്ലിയാണ്. വീഡിയോ അധികം ദീർഘിപ്പിച്ച് പോണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ സ്പീഡിൽ പോണത്. അപ്പോൾ പിന്നെയുള്ളത് കീടാർനെല്ലിയാണ്. നമുക്ക് കരളിൻ്റെ പ്രവർത്തനത്തെയൊക്കെ സുഖമാക്കാനായിട്ട് കീടാർനെല്ലി നല്ലതാണ്. ദഹന പ്രക്രിയയ്ക്ക് നല്ലതാണ്. മഞ്ഞപ്പിത്തം, ത്വക്ക് രോഗം, അതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അല്ലേ കീഴാർനെല്ലി. പിന്നെ മുന്തിരിച്ചെടിയാണ്. മുന്തിരിച്ചെടി നമുക്ക് ഡീടോക്സിനേഷൻ നടത്തുന്നുണ്ട്. അതേപോലെ നമുക്ക് ത്വക്കിൻ്റെ ആരോഗ്യത്തിനൊക്കെ മുന്തിരിച്ചെടി ഉപയോഗിക്കുന്നത്, അതിൻ്റെ എക്സ്ട്രാക്റ്റ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതേപോലെ മുത്തങ്ങ ഹെൽത്തി ഡൈജസ്റ്റ് സിസ്റ്റം വർദ്ധിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് മുത്തങ്ങ അല്ലേ. എല്ലാവർക്കും അറിയണതാണ്. നമ്മുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ ഇതും അതേ പനി, ചുമ, അലർജി പ്രശ്നങ്ങൾക്ക് ഒക്കെത്തിനും, നീർക്കെട്ട്, അങ്ങനെ എല്ലാത്തിനും ഇത് നല്ലതാണ്. പിന്നെയുള്ളത് തിപ്പലി പറഞ്ഞാൽ ദഹന പ്രക്രിയയ്ക്ക് ഏറ്റവും നല്ലതാണ് എന്നുള്ളത് മിക്കവാറും എല്ലാവർക്കും അറിയാം. പിന്നെ ഗ്യാസ്, പുളിച്ചുതട്ടൽ, പിന്നെ വിഷാംശത്തെ നീക്കം ചെയ്യാനായിട്ടും ഒക്കെ തിപ്പലി നല്ലതാണ്. അപ്പം തിപ്പലിയൊക്കെ നമ്മൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിപ്പലി അരച്ചിട്ട് കൊടുക്കാറുണ്ട്. അത് ഏറ്റവും നല്ലതാണ്. വയറ് കുറയാനും ശരീരഭാരം കുറയ്ക്കാനും ഒക്കെ തിപ്പലി നല്ലതാണ്. ദഹന പ്രക്രിയയ്ക്ക് ഏറ്റവും നല്ലതാണ് തിപ്പലി. പിന്നെ നമ്മൾ ഞെരിഞ്ഞിലാണ് കേട്ടോ. ഞെരിഞ്ഞിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇതിൽ. അപ്പോൾ സ്ട്രെങ്ത്ത് കൂട്ടാനായിട്ടും ദഹനം സുഖമാക്കാനായിട്ടും പിന്നെ വാതം, കഫം, പിത്തം അതിനെയൊക്കെ ഇല്ലാതാക്കാനൊക്കെ ആയിട്ട് ഞെരിഞ്ഞിൽ നല്ലതാണ്. പിന്നെ ഉള്ളത് തഴുതാമയാണ്. തഴുതാമ എല്ലാവർക്കും മിക്കവാറും എല്ലാവർക്കും അറിയുന്നതാണ്. ചീരയിൽ ഉൾപ്പെടുന്നതാണ് തവിടാമ. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കിഡ്നിയുടെ പ്രശ്നങ്ങൾക്കൊക്കെ അത് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ തവിടാമ. കിഡ്നി സ്റ്റോണൊക്കെ മാറ്റാനൊക്കെ ആയിട്ട് ഏറ്റവും നല്ലതാണ് തവിടാമ. അതേപോലെ തന്നെ ബ്ലഡ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ അതൊക്കെ നിയന്ത്രിച്ച് നിർത്താൻ തവിടാമ സ്ഥിരമായിട്ട് കഴിക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മളുടെ ഈ ചവനപ്രാശം സ്ഥിരമായിട്ട് കഴിക്കുന്നത് നല്ലതാണെന്ന് മനസ്സിലായില്ലേ. പിന്നെ അതേപോലെ തന്നെ ബോഡി വെയ്റ്റ് കൂട്ടാതെ നോക്കാനായിട്ട് ഇത് നല്ലതാണ്. പിന്നെ ഇതിനോടൊപ്പം പാല് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് കൂടും കേട്ടോ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ തവിടാമ. അപ്പോൾ അത് ഇതിൽ ചേർന്നിട്ടുണ്ട്.
ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഏലമാണ്. ഏലം എന്താ പറയുക, നമ്മളുടെ പായസത്തിലൊക്കെ ഉൾപ്പെടുന്ന പിന്നെ ഒരുവിധം നമ്മളുടെ പലഹാരങ്ങളിലൊക്കെ ഏലക്കായ ഉപയോഗിക്കും അല്ലേ. അപ്പോൾ അത് ഏറ്റവും ബെസ്റ്റാണ്, ഡീടോക്സിനേഷൻ നടക്കും. അതേപോലെ തന്നെ നമുക്ക് ശരീരത്തിലെ സൂക്ഷ്മാണുക്കളെ കൊല്ലാനുള്ള പിന്നെ ശേഷി ഏലത്തിനുണ്ട്. പിന്നെ ഇതിൽ നെയ്യ്, നമുക്ക് പ്യുവറായിട്ടുള്ള നെയ്യുണ്ട്, അടിപൊളി ടേസ്റ്റാണ് നെയ്യ്ക്ക്. അതേപോലെ തന്നെ നമുക്ക് ഹണിയുണ്ട്, ഏറ്റവും നല്ല തേന് നമ്മളുടെ കമ്പനിയിലുണ്ട്. അതൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, എള്ളെണ്ണ അതൊക്കെ ചേർത്തിട്ട്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ടേസ്റ്റ് പറയാൻ കാരണം, ടേസ്റ്റ് വരാനായിട്ട് കാരണം. അപ്പോൾ ഇത് കഴിച്ച് നോക്കിയാലാണ് ഇതിൻ്റെ ഒരു ഗുണങ്ങളും ടേസ്റ്റും ഒക്കെ മനസ്സിലാവുള്ളൂ. നമ്മളിത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവരിലേക്കും നമുക്ക് പരസ്യക്കാരും ഇടനിലക്കാരനെയും നമ്മളുടെ കമ്പനി വയ്ക്കാത്തത് കൊണ്ട് നമ്മൾ തന്നെയാണ് ഇതിൻ്റെ പരസ്യം ചെയ്യണത്. അപ്പോൾ എല്ലാവരും മേടിച്ച് ഉപയോഗിക്കാൻ നോക്കുക. താങ്ക് യു. ആരോഗ്യമാണ് എല്ലാത്തിലും വലുതായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. ആരോഗ്യമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും പ്രയോജനമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മളുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ശ്രദ്ധിക്കാത്ത ഒന്നാണ് നമ്മുടെ ആരോഗ്യം. അസുഖം വരുമ്പോൾ ഡോക്ടറെ കാണുന്ന രീതി ഒന്ന് മാറ്റി വെച്ച് നമ്മൾ സപ്ലിമെൻറ്റുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക, ആരോഗ്യം സംരക്ഷിക്കുക. ഓക്കെ, താങ്ക് യു.